ഹായ് ഓൾ. വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ആശങ്കയുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. അതായത് വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ നേരിലുള്ള നിയമനങ്ങൾ അട്ടിമറിക്കാൻ നീക്കമുണ്ട് എന്നൊരു വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു. അന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതോർത്ത് നിങ്ങളെ ഡിസപ്പോയിന്റഡ് ആവരുത്. കാരണം ഈ ഒരു വാർത്ത വന്നതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന്. മാത്രമല്ല, കേരളത്തിലെ വ്യത്യസ്ത സർക്കാർ ഇതര അല്ലെങ്കിൽ സർക്കാർ ഫണ്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള നിയമനത്തിലുള്ള പ്രവണതകളും അതിനുള്ള പിന്നൊരുക്കങ്ങളും ഒക്കെ നടക്കുന്നു എന്നൊരു ശ്രുതി പൊതുവെ ഉണ്ടായിരുന്നു. അങ്ങനെ പല ഉദ്യോഗാർത്ഥികളും അതിൽ വളരെയധികം ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒട്ടും ആശങ്ക വേണ്ട, അതിനൊരു നടപടി ഉണ്ടാവില്ല, അതിന് പരിഹാരം ഉണ്ടാകുമെന്ന്. അതിന് പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ, അതായത് ഉദ്യോഗാർത്ഥികൾ കൊടുത്ത ഈ ഒരു പരാതിയുടെ മേൽ കൃത്യമായി ഇടപെടുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ ഒരു നടപടിയുമായി മുമ്പോട്ട് പോകാൻ പാടില്ലെന്നും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്താൻ പാടില്ലെന്നുമുള്ള കൃത്യമായ നിർദ്ദേശം തന്നെ ഹൈക്കോടതി നൽകിയിരിക്കുകയും ഈ ഒരു വിഷയം കേസായിട്ട് തന്നെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് കിട്ടിയ ഫീഡ് തന്നെയാണ് നിങ്ങൾക്ക് നൽകിയത്. അതിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതിന്റെ വാർത്ത വന്നിട്ടുണ്ട്. പത്രമാധ്യമങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, അതായത് നാളെയൊക്കെ ആയിട്ട് പത്രത്തിൽ വാർത്തകൾ ഉണ്ടാവും. അപ്പോൾ ആ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ഊർജ്ജം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഉഴപ്പുകയല്ല വേണ്ടത്. ഇനിയുള്ള നിമിഷം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് വേണ്ടത് കേവലം ഒരു ജോലി മാത്രമാണ്. ആ ജോലി 1ാം റാങ്കിൽ തന്നെ ഉണ്ട് എന്ന് കരുതി വേണം നമ്മൾ തയ്യാറെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ തയ്യാറെടുപ്പിന്റെ ലക്ഷ്യം ആദ്യത്തെ റാങ്ക് ആയിരിക്കണം. ആദ്യത്തെ റാങ്കിന് വേണ്ടി തയ്യാറെടുത്താലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഏറ്റവും സീനിയർ നമ്മളായിരിക്കും. ഏറ്റവും സീനിയർ ആയിരിക്കുമ്പോൾ നമുക്ക് ആദ്യം പ്രൊമോഷനും കിട്ടും. അപ്പോൾ ബാക്കിയുള്ളവരെക്കാളും മുമ്പിൽ പ്രൊമോഷൻ കിട്ടി ഏറ്റവും ഉയർന്ന തസ്തികയിൽ നിന്ന് റിട്ടയർ ആവാനുള്ള അവസരം കൂടിയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് മുന്നിൽ കണ്ട് വേണം നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ മറക്കണ്ട, നമുക്ക് വേണ്ടത് ഒരു ജോലിയാണ്. ആ ഒരു ജോലി 1ാം റാങ്കിലുണ്ട്. നമ്മൾ അതിനു വേണ്ടിയാണ് തയ്യാറെടുക്കുന്നത് എന്ന ബോധത്തോടുകൂടി തന്നെ ഉറച്ച ദൃഢനിശ്ചയത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. മഹാന്മാർ പറഞ്ഞതുപോലെ നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ അത് തീക്ഷ്ണവും ആത്മാർത്ഥവുമാണെങ്കിൽ ഈ ഒരു കാലം, ഈ പ്രകൃതിയും നമുക്ക് ഉണ്ടാകുമെന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ്. അപ്പോൾ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും കൃത്യമായ ലക്ഷ്യബോധത്തിൽ എത്തുന്നതിനുമായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.